Good afternoon. Good afternoon, ma'am. Good afternoon. ma'am. Good afternoon, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്തൊക്കെ നോക്കിയത്? ഡയാലിസിസിന്റെ ടൈപ്സ് നോക്കി, കോസസ് കാരണങ്ങൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. then നമുക്ക് പിന്നെ നോക്കിയത് ഡയാലിസിസിന്റെ ടൈപ്സ് ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ വ്യക്തികൾക്കും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്, ഡയാലിസിസ് ട്രീറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഡയാലിസിസ് ആണ്, ടൈപ്സ് ഓഫ് ഡയാലിസിസ് ഒന്ന് വേഗം ഒന്ന് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് നോക്കി, വേഗം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ്സിലേക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് താഴെ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമാണ് അവർക്ക് എങ്ങനെ എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റുള്ളൂ. ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി എന്താണ് ഫലപ്രാപ്തിയിൽ എത്താനായിട്ട് പറ്റുള്ളൂ. കുറച്ചും കൂടി എഫക്റ്റീവ് ആവണം, നമ്മുടെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവണമെങ്കിൽ അവരെല്ലാവരും ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പുകൾ എന്തെങ്കിലും ഫോളോ ചെയ്തതായിട്ട് വരും. ഫസ്റ്റ് പറയുന്നത് നമ്മള് ഷെഡ്യൂൾ അനുസരിച്ച് പേഷ്യൻസ് നമ്മുടെ ഡോക്ടർ ഫിസിഷ്യൻ പറയുന്ന ഷെഡ്യൂളുകൾ അനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ. എത്ര പ്രാവശ്യം എത്ര ഷെഡ്യൂൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ആ ഷെഡ്യൂളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തോളാം. ഈ ഡയാലിസിസ് ഇത്ര ടൈംസ്, ഇത്ര വീക്സിൽ ഇത്ര ടൈംസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഡയറ്റീഷ്യൻ പറയുന്ന അനുസരിച്ച് വേണം നമ്മളുടെ എന്താ ഈറ്റിംഗ് പ്ലാൻസ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യാനായിട്ട്. ഡയറ്റീഷ്യൻ പറയുന്ന പോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫുഡ് ഈറ്റിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഫുഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റീഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എവിടെ പറഞ്ഞപ്പോൾ ഡയറ്റീഷ്യനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായി. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പേഷ്യൻസിനെ കൊണ്ട് പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാം, എൻഗേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ ഇനി എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നത്, ഇപ്പം സാധാരണ ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ബി പിയുടെയോ പ്രഷറിന്റെയോ ഡയബറ്റീസിന്റെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുക, എന്ത് മെഡിസിൻ കഴിച്ചാലും അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഫിസിഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ ഇന്ന മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഇതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്ന് ഫിസിഷ്യനോട് ചോദിക്കാം. ഫിസിഷ്യന്റെ ഇൻസ്ട്രക്ഷനോട് കൂടി മാത്രമേ നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെഡിസിൻസ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ചില പേഷ്യൻസ് ഇപ്പൊ കിഡ്നി കംപ്ലൈന്റ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഹെർബൽ പ്രൊഡക്റ്റുകൾ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്, ആയുർവേദ പ്രൊഡക്റ്റുകൾ. അപ്പൊ അത് ആയുർവേദ പ്രൊഡക്റ്റുകൾ ഞാൻ എടുത്തോട്ടെ അല്ലെങ്കിൽ അത് എടുക്കാൻ പാടുണ്ടോ എന്ന് നമ്മൾ ആരോട് ഉപദേശം വാങ്ങിക്കണം, മെഡിക്കൽ അഡ്വൈസ് വാങ്ങിക്കണം, നമ്മളുടെ ട്രീറ്റിംഗ് ഫിസിഷ്യനോട് മെഡിക്കൽ അഡ്വൈസ് വാങ്ങിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ടെൻഷൻ ഉണ്ടാവും, കാരണം നമുക്ക് ഡയാലിസിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഏറ്റവും അവസാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ് അയാൾ എന്ത് ചെയ്യുക, ഡയാലിസിസ് ചെയ്യാനാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു ധാരണ. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, കിഡ്നി ഫെയിലിയർ ആയുള്ള പേഷ്യന്റിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡയാലിസിസ് ആണ്. അപ്പൊ ഒരുപാട് ആൻസൈറ്റീസ് ഉണ്ടാവും അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചും എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പേഷ്യൻസിന് എന്താണ് ഭയങ്കര ആകുലത ഇരിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ ആകുലതകളൊക്കെ മാറ്റുകയാണെങ്കിൽ, ഉത്കണ്ഠ അതൊക്കെ മാറുകയാണെങ്കിൽ പേഷ്യന്റ് കുറച്ചും കൂടി നമ്മളോടൊപ്പം എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും, ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത്. നമുക്ക് നോക്കാം, ടെസ്റ്റിലേക്ക് വരാം. The following steps can be increase the effectiveness of your dialysis treatment.
നമ്മുടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാം. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾസ്. നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഷെഡ്യൂൾ പ്രകാരം ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. അപ്ലൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യൻ പറയുന്ന ഈറ്റിംഗ് പ്ലാന് നമ്മൾ എന്ത് ചെയ്യാം, പാലിക്കുക. അദ്ദേഹം പറയുന്ന ഫുഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കഴിക്കാൻ പാടുള്ളൂ. ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യാം, എൻഗേജ് ചെയ്യാം. അത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. Communicate with the dialysis provider and the pharmacist about any medication, supplements or herbal product you are taking or are considered to starting. എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെ ഡയാലിസിസ് പ്രൊവൈഡർ എടുത്തോ ഫിസിഷ്യന്റെ അടുത്തോ ഫാർമസിസ്റ്റിന്റെ അടുത്തോ കാര്യങ്ങൾ പറയാം. നമ്മൾ ഇന്ന മെഡിസിൻസ് എടുക്കുന്നുണ്ട്, സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹെർബൽ പ്രൊഡക്റ്റ് കഴിക്കാനായിട്ട് ഹെർബൽ പ്രോഡക്റ്റ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഹെർബൽ പ്രോഡക്റ്റ് കഴിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡയാലിസിസ് പ്രൊവൈഡറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺഫേം ചെയ്തതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കഴിച്ചു തുടങ്ങാനോ കഴിക്കാനോ പാടുള്ളൂ. ടോക്ക് ദ ഡയാലിസിസ് ടീം about any anxiety or side effects that you may have. നമുക്കുള്ള എന്തെങ്കിലും ആൻസൈറ്റീസോ സൈഡ് എഫക്ട്സോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ സൈഡ് എഫക്ട്സും ആൻസൈറ്റീസും നമ്മൾ ഡയാലിസിസ് ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇന്നത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിക്കാം. പക്ഷേ നമുക്കത് ഈ സൈഡ് എഫക്ട്സ് ഒക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഡയാലിസിസ് ചെയ്യണോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിന്റെ സൈഡ് എഫക്ട് ആണോ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ ഡയാലിസിസ് ടീമായിട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ് ഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്ട്സ്? ഹീമോഡയാലിസിന്റെ എന്താണ്, പെരിഫറൽ ഡയാലിസിന്റെ എന്താണ്, എന്തൊക്കെ രണ്ടിനും ഡിഫറെന്റ് ആണ്. കുറച്ചുകൂടി റിസ്ക് ഉള്ളത് ഏതാണ്, ഹീമോഡയാലിസിസ് ആണെന്ന് പറയാം, റിസ്ക് ഇത്തിരി കൂടുതൽ. അപ്പൊ അതില് എന്തൊക്കെയാണ് സൈഡ് എഫക്ട്, ആഫ്റ്റർ എഫക്ട് നോക്കാം. ബോത്ത് കൈൻഡ് ഓഫ് ഡയാലിസിസ് കംസ് വിത്ത് സൈഡ് എഫക്ട്. രണ്ട് ഡയാലിസിസിനും എന്തുണ്ട്, സൈഡ് എഫക്ട്സ് ഉണ്ട്. It can also difficult to tell surely whether its symptoms it because of dialysis or kidney failure that is also affecting the body. നമുക്കത് ഷുവർ ആയിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റൂല ഇത് ഡയാലിസിസ് കൊണ്ട് വന്ന സൈഡ് എഫക്ട് ആണ് അല്ലെങ്കിൽ അത് കിഡ്നി ഫെയിലിയറിന്റെ സൈഡ് എഫക്ട് ആണെന്ന് നമുക്ക് അവർക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റൂല. Some of the most common after effects that people tell of includes. സാധാരണ രീതിയിൽ പേഷ്യൻസ് പറയുന്നത് വെച്ച് നമ്മൾ സൈഡ് എഫക്റ്റിന്റെ ക്ലാസ് കൊടുത്തിട്ടാണ്. ഏതൊക്കെയാണ് ഹീമോഡയാലിസിസ് വരുന്നത്, നമ്മുടെ വാസ്കുലർ ആക്സസ് സൈറ്റ് സ്റ്റോപ്പേജിനും വസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ വസ്കുലർ ആക്സസ് സൈറ്റ് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കയ്യിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഫ്ലോയോ ഇൻഫ്ലോയോ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ്. മസ്കുലർ സ്പാർക്സ് നമ്മുടെ പേശി വലിയത് സംഭവിക്കാം. ഇനി ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ. ഈ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഹീമോഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ പേഷ്യൻസ് പ്രഷർ കുറഞ്ഞിട്ട് തലകറക്കോ അതേപോലെ തന്നെ പ്രഷർ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ. ഹൈപ്പോ എന്നാണ് പറഞ്ഞത്, ഹൈപ്പർ അല്ല ഹൈപ്പോ. വീക്ക്നെസ്, ഡിസീസ്നെസ്, നോഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഭയങ്കര പെട്ടെന്ന് വീക്കായി പോവാം, തലകറക്കം സംഭവിക്കാം, പിന്നെ ഓക്കാനം, വോമിറ്റിങ് അങ്ങനെയൊക്കെ. പിന്നെ ബ്ലഡ് ലോസ് ആവാം, കൂടുതലായിട്ട് ബ്ലഡ് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോണ അവസ്ഥ. ഇതെല്ലാം ഹീമോഡയാലിസിന്റെ സൈഡ് എഫക്ട് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഹീമോഡയാലിസിന് ഇത്രയും സൈഡ് എഫക്ട് ഉണ്ട്, അപ്പോ പെട്രോളിയം ഡയാലിസിസ് ഇല്ലാന്ന്. പക്ഷെ ഉണ്ട്, രണ്ടിനും എന്നിട്ട് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതില് ഫസ്റ്റ് വരുന്നത് എന്താണ്, ഫസ്റ്റ് വരുന്നത് ഹെൽത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലകറക്കം ഉണ്ടാ, നോഷന്ന് വെച്ചാൽ ഓക്കാനം അങ്ങനത്തെ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കേ. ഓക്കെ, അപ്പോ നമ്മള് ഹെർണിയ എന്ന് പറയും, എന്താണ് കുടലിറക്കം എന്ന് പറയും. നമ്മള് പെരിഫേറിയം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ, അബ്ഡമൻ ഏരിയയിലാണ് നമ്മൾ ഈ ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് വയറിന്റെ ഭിത്തിയിലുള്ള പേശികളിൽ എന്ത് ബലക്കുറവ് അനുഭവപ്പെടും. അപ്പൊ അത് ഒന്ന് ആ പേശികളാണ് നമ്മളുടെ ഈ പറഞ്ഞ എല്ലാ ഓർഗനും ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യണത്, ഇങ്ങനൊരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാല് ഉള്ളിലത്തെ കുടല്
ഒരു 1 മിനിറ്റ്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എന്താണ്, നമ്മൾ സ്ഥിരമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോ ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അബ്ഡമൻ ഏരിയസിലെ മസിൽസിന്റെ ബലക്കുറവ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. വയറിന്റെ ഭിത്തിയിലെ പേശികൾക്ക് ബലക്കുറവ് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടല് അല്ലാതെ മുതലായ അവയവങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ചിലപ്പോ നമ്മൾ ഇപ്പൊ ചെറുകുടലാക്കിയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണത്, ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഹെർണിയ എന്ന് പറയുന്നത്. കുടലിറക്കം എന്ന് മലയാളത്തിൽ പറയാറുണ്ട് കേട്ടോ. നോക്കാം. ഹെർണിയ, വീക്ക്നെസ് ഇൻ യുവർ അബ്ഡമൻ മസിൽസ് often presenting as lumps and swellings are. ചില സമയത്ത് ഇങ്ങനെ മുഴകൾ പോലെ, ചിലപ്പോൾ വീർത്തിരിക്കണ പോലെയൊക്കെ നമുക്ക് തോന്നും. അതേപോലെ തന്നെ ഫീഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. Even through these after effects may sound terrifying. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, വെച്ചിട്ടുണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും, നമ്മൾ എന്താണ് കമ്പയർഡ് ടു കിഡ്നി ഫെയിലിയറിന് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാത്തൊരവസ്ഥനേക്കാളും എത്രയോ നല്ലതാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ആ പേഷ്യൻസിന് അത്രയും നാളെങ്കിലും നമുക്ക് ജീവൻ നിലനിർത്താനായിട്ട് പറ്റും. They should be compared to the risk that arise from coming to live with untreated kidney failure. Untreated ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ട് ജീവിക്കുന്നേക്കാളും നല്ലത് നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യുന്നില്ല. ഡയാലിസിന് സൈഡ് എഫക്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, എന്നാൽ പോലും എന്ത് ചെയ്യാം, കുറച്ച് നാളത്തേക്കെങ്കിലും ആ പേഷ്യന്റിനെ കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ജീവൻ നിലനിർത്താനായിട്ട് പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. എന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടന് കിഡ്നി ഫെയിലിയർ ആണ് കണ്ടെത്തി. അപ്പൊ ആ ചേട്ടൻ ഡയാലിസിസിന് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ ആ ഫാമിലി കുറച്ച് ഓഫ് റോഡ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യേശു അസുഖം മാറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഫാമിലിയാണ്. അപ്പൊ അവര് പറഞ്ഞു ഡയാലിസിസ് ചെയ്യില്ല, ഞങ്ങള് പ്രാർത്ഥിച്ച് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അധികം നാളൊന്നും ഈ അസുഖമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ജീവിക്കാനായിട്ട് പറ്റില്ല. ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹം മരണം സംഭവിക്കുകയും ചെയ്തത്. ആദ്യം കിഡ്നി ഫെയിലിയർ ആയി, പിന്നെ അത് നമ്മുടെ ബാക്കിയുള്ള ബോഡി ഓർഗൻസ് ഒക്കെ ഫെയിൽ ആയി, അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 വർഷം കൂടി ഞാൻ പറയുന്ന രീതിയിൽ ഡയറ്റ് പ്ലാൻ ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 5 വർഷം കൂടി നിങ്ങളുടെ ജീവൻ നല്ല രീതിയിൽ ഡോണറിന് കിട്ടണ വരെയെങ്കിലും നമുക്ക് ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ അത് ഫോളോ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് എന്താണ്, നമ്മുടെ സൈഡ് എഫക്ട് ഒക്കെ ആഫ്റ്റർ എഫക്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കിഡ്നി ഫെയിലിയറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനേക്കാളും അൺട്രീറ്റഡ് കിഡ്നി ഫെയിലിയറിനേക്കാളും എത്രയോ നല്ലതാണ് ഡയാലിസിസ് ചെയ്തിട്ട് വന്ന സൈഡ് എഫക്ട് എന്നാ പറയുന്നത്. നിങ്ങൾ റിസ്ക് കുറവാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്ന് എടുത്തത്. ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് ആഫ്റ്റർ എഫക്ട്, എന്തൊക്കെ ആഫ്റ്റർ എഫക്ട് ആണ് ഓരോ ഡയാലിസിസിലും വരുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലെ. HDയിലെ ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പേജ് ഇൻ യുവർ വസ്കുലാർ ആക്സസ് സൈറ്റ്. നമ്മൾ വസ്കുലാർ ആക്സസ് സൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ. ഞാൻ ആ ഇമേജ് ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, ഈ വസ്കുലാർ ആക്സസ് സൈറ്റ് ഉണ്ടല്ലോ, ഇവിടേക്ക് ബ്ലഡ് ഫ്ലോ ആവുന്നില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആയി പോയി, അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആണ് പറയുന്നത്. അങ്ങനെ എൻട്രൻസ് പോയിന്റിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റോപ്പേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നിന്ന് പിന്നെ ഡയാലിസിസ് ആ ഒരു വഴി ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് അവർ പറഞ്ഞത്, ചില കാര്യങ്ങളിൽ പറഞ്ഞത് നമുക്ക് ലെഗ് യൂസ് ചെയ്യാം, കാലിൽ കൂടെ ഡയാലിസിസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ സ്റ്റോപ്പേജോ ബ്ലോക്കോ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഗ് യൂസ് ചെയ്തിട്ട് ഡയാലിസിസ് ചെയ്യുന്നത്. നോക്കിക്കോട്ടോ.
ഓക്കെ, വായിച്ചു നോക്കി എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അഹോ, ദൈവമേ, പീരീഡ് ഫുൾ ഫോം എന്താന്ന് കഴിഞ്ഞ ദിവസം എക്സാമിന് ഉണ്ടാവുമല്ലോ. പീരീഡ് ഫുൾ ഫോം എന്താണെന്നുള്ളത് കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പീരീഡ് ഉണ്ടാവുമല്ലോ. വേറെ ആർക്കെങ്കിലും അറിയോ പീരീഡ് ഫുൾ ഫോം ഒന്ന് പറഞ്ഞു കൊടുത്തേ. പെരിറ്റോണിയൽ ഡയാലിസിസ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാവില്ല, അതാണ്. മെച്ചറിയുടെ സെക്കൻഡ് ഒന്ന് പറയോ? ഓക്കെ, എന്താണ് മസ്കുലാർ പേശി വലിവ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മസിൽസ് ഉണ്ടല്ലോ, നമ്മൾ മസിൽസിലാണ് കൂടുതൽ ഡയാലിസിസ് സംഭവിക്കുന്നത്. അപ്പൊ മസ്കുലാർ സ്പാർക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പേശി വലിവ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പേശി നമ്മുടെ മസിൽസിന് കുറച്ച് എന്താ പറയാ സംഭവിക്കാൻ വലിവ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പഠിച്ചാൽ മതി. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പേജ് ഇൻ ഫോളോയിങ് ആർ ദ എന്താണ് സൈഡ് എഫക്ട്സ് ഓഫ് ഹീമോഡയാലിസിസ് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും. എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് പോലെ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, തെറ്റായിട്ടുള്ളത് സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടെടുത്താ ഈ ഒരു പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നെക്സ്റ്റ് പോർഷൻ. ഡയാലിസിസ് സെന്റേഴ്സ് ആണ്. നമ്മൾ ഡയാലിസിസ് ഹോസ്പിറ്റൽസിൽ, ഡയാലിസിസ് സെന്റേഴ്സിൽ, വീടുകളിൽ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡയാലിസിസ് സെന്റേഴ്സ് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് ഇൻ ദ റെന്റൽ ഫെയിലിയർ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയാലിസിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. സംടൈംസ് ദ പേഷ്യന്റ് വിത്ത് നോർമൽ റെന്റൽ ഫങ്ഷൻ ഓൾസോ നീഡ് ഹീമോഡയാലിസിസ്. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു, ചില പേഷ്യൻസ് നോർമൽ ആയിട്ട് കിഡ്നി പ്രശ്നമൊന്നും ഇല്ലാത്ത, ഫെയിലിയർ അല്ലാത്ത പേഷ്യൻസ് ചില സമയങ്ങളിൽ എന്തെടുക്കാറുണ്ട്, ഹീമോഡയാലിസിസ് എടുക്കാറുണ്ട്. ലൈക്ക് പേഷ്യന്റ് വിത്ത് സം പോയിസണിങ് ആയിട്ടുള്ളതോ, ഞാൻ പറഞ്ഞത് പാമ്പ് കടി ഏറ്റ പേഷ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഹീമോഡയാലിസിസ് കുറച്ച് നാളത്തേക്ക് എടുക്കാറുണ്ട്. അപ്പൊ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. The dialysis center may act either or both inpatient and outpatient. Inpatient നമ്മൾ ഡയാലിസിസ് സെന്ററിലുള്ള പേഷ്യൻസിന് എന്ത് കൊടുക്കും, ഡയാലിസിസ് സർവീസ് കൊടുക്കും. കൂടാതെ ഹോസ്പിറ്റലിലേക്ക്, ഡയാലിസിസ് സെന്ററിലേക്ക് ഡയാലിസിസിന് വേണ്ടി മാത്രം വന്നിട്ട് പോണ പേഷ്യൻസ് ഉണ്ടല്ലോ. ഡയാലിസിസ് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും, അവർ വെക്കേറ്റ് ചെയ്ത് പോകും, നമ്മുടെ സെന്ററിൽ പോകും. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡയാലിസിസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റിലൈ ഓൺ മെഡിക്കൽ ഫെസിലിറ്റീസ് ടൈപ്സ് ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സമയത്ത് എന്താണ്, നമ്മൾ ട്രെയിനിങ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, വീട്ടിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് കിട്ടിയിരിക്കണം. എങ്ങനെയാണ് ഡയാലിസിസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. അത് ആര് ചെയ്യും, ഡയാലിസിസ് സെന്റർ വ്യക്തമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനാവശ്യമുള്ള ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഹീമോഡയാലിസിന് പകരമായിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, PD യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ് ആണ്. ഡയാലിസിസ് സെന്റേഴ്സ് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. ഒരു കാര്യം പറയാൻ കാരണം, ഇവിടെ തന്നെ പറഞ്ഞു വീക്ക്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്, തലകറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്, വോമിറ്റിംഗ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ തലകറക്കം എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹാർട്ടിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എങ്ങനെ പമ്പ് ചെയ്തില്ല, ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യാണ്ടാവുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക തലകറക്കം പോലൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ റിസ്കുകൾ ഉണ്ടെന്ന് നമുക്കറിയാം, തലകറക്കമൊക്കെ സംഭവിക്കാം. അപ്പോ നമ്മുടെ പേഷ്യൻസിന് നല്ല എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂമിൽ എന്ത് ചെയ്യുക, അവരെ പാർപ്പിക്കുക. ഫസ്റ്റ് നല്ല എയർ കണ്ടീഷൻ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഡയാലിസിസ് ചെയ്യാൻ. ഇനി ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് ബോധം കെട്ട് പോകാനും തലകറങ്ങാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ പേഷ്യൻസിന് തിരിച്ച് അബോധാവസ്ഥയിൽ നിന്ന് തിരിച്ചെയ്ത ബോധാവസ്ഥയിലേക്ക് വരുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ CPR കൊടുക്കാനുള്ള മെഷീൻസ്, ഈ CPR കൊടുക്കാനായിട്ട് പ്രാപ്തരായിട്ടുള്ള നേഴ്സ്, സ്റ്റാഫ്, എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെ വേണം, ഈ ഡയാലിസിസ് സെന്ററിൽ വേണം. അതേപോലെ തന്നെ നമ്മൾ പേഷ്യൻസിന്റെ പ്രൈവസി സേഫ് ഗാർഡ് ചെയ്യണം. ഇനി ചില പേഷ്യൻസ് ഡയാലിസിസിന് വരുന്ന ചില പേഷ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസൊലേഷൻ ആവശ്യമുള്ള പേഷ്യൻസ് ആയിരിക്കും. എന്തെങ്കിലും ഹൈ റിസ്ക് ആയിട്ടോ അല്ലെങ്കിൽ
ഇൻഫെക്ഷൻ ടൈപ്പ് അസുഖങ്ങൾ വരുന്നത്. ആണെന്ന് വെച്ചാല് ഡയാലിസിസ് ചെയ്യുന്നത് സാധാരണ പേഷ്യൻസ് ഒക്കെ എങ്ങനെയാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. ഇത് ഇങ്ങനെ ഇൻഫെക്ഷൻ ടൈപ്പ് അസുഖമുള്ള പേഷ്യൻസും കൂടി വരികയാണെങ്കിൽ റിസ്ക് കൂടുതലാണ്. അവരെന്ത് ചെയ്യും, റിസ്ക് കൂടുതൽ വരുമ്പോ ഇങ്ങനത്തെ പേഷ്യൻസ് ഐസൊലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഫ്രീ വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യണം. എന്താണ് പേഷ്യൻസിന് വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഡ്രൈനേജ് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നമ്മുടെ ഡയാലിസിസ് സെന്ററിൽ മെയിൻ ആയിട്ട് സൈൻ ബോർഡ്സ് വേണം. സൈൻ ബോർഡ്സ് എന്തിനെ കുറിച്ചിട്ട്, ഡയാലിസിസിനെ കുറിച്ചിട്ടും അതിന്റെ സ്റ്റെപ്പുകളെ കുറിച്ചിട്ടും ടൈപ്സിനെ കുറിച്ചിട്ടും സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ടും കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടും പിന്നെ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സൈൻ ബോർഡ്സുകൾ എന്ത് ചെയ്യണം, എക്സിബിറ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം. നമ്മൾ മിക്ക ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഇന്ന കാര്യങ്ങൾ പോസ്റ്ററൊക്കെ നോട്ടീസ് ഒക്കെ പോലെ പേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും അവര്. മെയിൻ ആയിട്ട് 2 ലാംഗ്വേജിലാണ് ചെയ്യേണ്ടത്. ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ് ഏതാണ്, മലയാളമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും അത് എന്ത് ചെയ്തിരിക്കണം, എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സിൽ എന്ത് വരുന്നത്, ഡയാലിസിസ് സെന്ററിൽ വരുന്നത്. നോക്കാം നമുക്ക്. The dialysis area should be provided with the air conditioning. നമ്മൾ ഡയാലിസിസ് ഏരിയ എന്ത് ചെയ്യണം, നല്ല എയർ കണ്ടീഷനിങ് ഉള്ള ഏരിയാസ് ആയിരിക്കണം ഡയാലിസിസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ. Each machine be at the center of an adequate area to permit easy movement of personnel and restrictional equipments whenever needed. അപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ പേഷ്യൻസിന് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, തലകറക്കോ അതേപോലെ ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പുനരുജ്ജീവനം എക്യുപ്മെന്റ്സുകൾ, ഞാൻ പറഞ്ഞു CPR ഒക്കെ കൊടുത്ത എക്യുപ്മെന്റ്സ്, അതേപോലെ ഓക്സിജന്റെ മാസ്ക്, അതൊക്കെ പെട്ടെന്ന് എത്തിക്കണം. അത് നമ്മുടെ ഹോസ്പിറ്റൽ സെന്ററിലായിട്ട്, ഈ ഡയാലിസിസ് സെന്ററിന്റെ സെന്ററിലായിട്ട് തന്നെ അത് എന്ത് ചെയ്യണം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ പേഷ്യന്റ് അടുത്തേക്ക്, ഏത് പേഷ്യന്റ് ആവട്ടെ ആ പേഷ്യന്റ് അടുത്തേക്ക് നമുക്ക് വേഗം എത്തിച്ചെല്ലാൻ പറ്റുള്ളൂ. The layout must have facility for safeguard a patient privacy. നമ്മൾ പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഡയാലിസിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ലേഔട്ട് ഒക്കെ തയ്യാറാക്കാൻ. നെക്സ്റ്റ് ഐസൊലേഷൻ റൂം ആണ്. There should be a distinct area for dialysis patient with the condition that need isolation or disable to guarantee safety to the patient and staff in the dialysis room. നമുക്ക് തോന്നാണ് പേഷ്യന്റിന് എന്തുണ്ട്, പകർച്ചവ്യാധികളോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരികയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐസൊലേഷൻ റൂമിലായിരിക്കണം ആ പേഷ്യന്റിന് ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യാൻ. ബാക്കി പേഷ്യൻസിന്റെയും അവിടുത്തെ സ്റ്റാഫിന്റെയും സേഫ്റ്റിനെ നമ്മൾ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. This area should have a free water supply and drainage facility. കൂടാതെ ഈ ഏരിയയിൽ ഫ്രീ ആയിട്ട് വാട്ടർ സപ്ലൈ വേണം, ഡ്രൈനേജ് ഫെസിലിറ്റി വേണം. The dialysis center shall exhibit apt signage which shall be in at least 2 languages. അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജിലുള്ള സൈൻ ബോർഡ്സ് എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, ഡയാലിസിസ് സെന്റേഴ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് ഡയാലിസിസ് സെന്റർ, എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്സ്, ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. സെക്കൻഡ് പോയിന്റ് അല്ലെ, തേർഡും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസ് എന്ത് ചാൻസ് കൂടുതലാണ്,
റിസ്ക് കൂടുതലാണ്. കീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന് തലകറക്കം വരാനും അതേപോലെ ബോധം നഷ്ടപ്പെട്ടു പോകാനും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കീമോഡയാലിസിസ് എപ്പോഴും ഹോസ്പിറ്റലുകളിൽ ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവർ തിരിച്ച് നമ്മൾ എങ്ങോട്ട് എത്തിക്കണം, ബോധാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതയുണ്ട്. അങ്ങനത്തെ എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്യുപ്മെന്റ്സ് നമ്മുടെ ഡയാലിസിസ് സെന്ററിന്റെ നടുക്ക് വശത്തായിട്ട് ഒരുപാട് ബെഡ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റണം, എടുക്കാനായിട്ട് പറ്റണ രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ദെൻ പേഷ്യൻസിന്റെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ പ്രൈവസി, രോഗികളുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡയാലിസിസ് ചെയ്യാനായിട്ട്. മിക്ക പേഷ്യൻസിനും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ത്രീകളാണ് ഡയാലിസിസ് ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് കാലിൽ കൂടെ എന്ത് ചെയ്യണത്, AB ഫിസ്റ്റിലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളത് അവരുടെ പ്രൈവസി നോക്കിയിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട്. സ്ത്രീകളാണെങ്കിൽ കുറച്ചും കൂടി പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയാലിസിസ് സെന്ററിൽ തന്നെ കുറച്ച് കർട്ടൻസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. കുറച്ച് പ്രൈവസീസ് മെയിൻറ്റെയിൻ ചെയ്യണം, അത്രേ ഉള്ളൂ. വായിച്ചു കഴിഞ്ഞ എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് വെരിഫൈ ചെയ്യുന്നത്? അപ്പൊ ഡയാലിസിസ് ചെയ്യാൻ വേണ്ട പേഷ്യൻസിന്റെ റെപ്രസെന്റേറ്റീവ്സിനും അതേപോലെ റിലേറ്റീവ്സിനും കുറച്ച് റൈറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡയാലിസിസ് സെന്റർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് റൈറ്റ്സുകൾ, അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് റൈറ്റ്സ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്, അത് വെരിഫൈ ചെയ്യണം, ഉറപ്പ് വരുത്തേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെയാണ്. നോക്കാം, സാധാരണ രീതിയിൽ പേഷ്യൻസിന്റെ ഫുൾ ഇൻഫർമേഷൻ, അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ച്, അതിന്റെ കോഴ്സിനെ കുറിച്ച്, കാരണത്തെ കുറിച്ച്, ഇനി അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് എടുത്തു, എന്ത് കെയർ കൊടുക്കണം, ഇനി ട്രീറ്റ്മെന്റ് എന്ത് ഫോളോ ചെയ്യണം, ഏത് ടൈപ്പ് ഡയാലിസിസ് ഫോളോ ചെയ്യണം. ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന്. ആ സൈഡ് എഫക്റ്റിനെ കുറിച്ച്, ആ കോംപ്ലിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പേഷ്യൻസിനോടും അതേപോലെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇത് കൂടാതെ ട്രീറ്റ്മെന്റിന് എത്ര ചെലവ് വരും, അതേപോലെ നിങ്ങൾ ട്രീറ്റ്മെന്റ് സമയത്ത് അഡ്മിറ്റ് ആവണോ അല്ലെങ്കിൽ പേഷ്യൻസ് വന്ന് പോവാനോ, ഇങ്ങനെ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞു AV ഫിസ്റ്റുലയ്ക്കും AV ഗ്രാഫ്റ്റിങ്ങിനൊക്കെ എന്താണ് ചെറിയൊരു മൈനർ സർജറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മൈനർ സർജറിനെ കുറിച്ച് ഡീറ്റെയിൽസും, ഈ പേഷ്യന്റിന് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സർജറിയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇത് പേഷ്യൻസിന് സെക്കൻഡ് ഒപ്പീനിയൻ എന്ത് ചെയ്യണം, വേണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ആർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാം, പേഷ്യൻസിന് കൊടുക്കാം. അവർക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ നമ്മൾ അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കുക. എല്ലാ ഹ്യൂമൻ ബീങ്സും എന്താണ് തുല്യരാണ്. അവിടെ പണക്കാര് പാവപ്പെട്ടവർ അങ്ങനത്തെ ഒരു വേർതിരിവും കാണിക്കരുത്. നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന എല്ലാ പേഷ്യൻസും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. അങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. അതേപോലെ തന്നെ ചില പേഷ്യൻസ് HIV ഒക്കെ ആയിട്ടുള്ള അസുഖമുള്ള പേഷ്യൻസിന് എന്ത് വേണ്ടി വരും, ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആവശ്യം വരും. അപ്പൊ അവരോട് നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് കുറച്ചുകൂടി കെയർ ചെയ്യണം എന്നല്ലാതെ അവരെ വേർതിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് അനുവദിക്കില്ല എന്നൊന്നും പറയാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഗ്രീവനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഗ്രീവനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് പരാതികൾ ഉണ്ടെങ്കിൽ അതിനുള്ള റെഡ്രസൽസ്, പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രൈ ചെയ്യണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം. നമുക്ക് നോക്കാം ടെസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. A patient and his or her representative or relative has the following rights with regard to dialysis center. Spelling mistake ഉണ്ട്, ഒന്ന് എഡിറ്റ് ചെയ്തേക്കും. ഡയാലിസിസ് സെന്റർ കണ്ട് എഴുതിയിരിക്കുന്നത് ഡയാലിസിസ് സെന്റർ. പേഷ്യൻസിനും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും റെപ്രസെന്റേറ്റീവ്സിനും
എന്ത് അധികാരമുണ്ട് ഡയാലിസിസ് സെന്ററിൽ? കുറച്ച് അധികാരങ്ങളുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ റൈറ്റ്സ് എന്ന് നോക്കുന്നത്? ഫസ്റ്റ്, പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസസ് ഓഫ് ഇൽനെസ്. നമ്മുടെ അസുഖത്തിന്റെ സ്വഭാവം, അതിന്റെ കാരണങ്ങള്, നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്. ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് ഇന്നതായിരിക്കും, ഇന്ന കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഭാവിയിൽ ഇന്ന കോംപ്ലിക്കേഷൻ ഒക്കെ വരും. നമ്മള് TD ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഹെർണിയ എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഹീമോഡയാലിസിസിൽ. അങ്ങനെ വ്യക്തമായിട്ട് കോംപ്ലിക്കേഷനെ കുറിച്ച് പേഷ്യൻസിന് എന്ത് കൊടുക്കുക? അഡ്വൈസ് കൊടുക്കുക. The patient has the right to know the bill, so expected cost of treatment should be discussed before treatment. നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇത്രയും ബില്ല് വരാം, ഇത്രയും കോസ്റ്റ് വരാം, നമ്മുടെ ട്രീറ്റ്മെന്റ് ഇത്രയും എമൗണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് വല്ല ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് എന്താ പറയാ വെരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. To inform the consent prior to specific test or treatment. എക്സാമ്പിൾ സർജറി. ഇന്ന് നമ്മൾ എന്താണ് ഡയാലിസിന് മുമ്പായിട്ട് എന്തെങ്കിലും ടെസ്റ്റോ സർജറിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രയർ കൺസെന്റ്, അവരെ ടെസ്റ്റ് സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് എന്ത് ചെയ്യണം? എഴുതി ഒപ്പിട്ട് വായിക്കേണ്ടതാണ്. To seek second opinion from an proper clinic of patient's choice. പേഷ്യൻസിന്റെ ചോയ്സ് അനുസരിച്ച് വേറെ ഏതെങ്കിലും ഡോക്ടറിനെയോ ഫിസിഷ്യനെയോ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് കാണാനുള്ളൊരു അവസരം കൊടുക്കുക. അവരിനി വന്ന് ചോദിക്കുകയാണ്, റെക്കോർഡ് വേണം, ഞങ്ങളുടെ എന്താണ് ട്രീറ്റ്മെന്റിന്റെ ഹിസ്റ്ററി വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാം. വിത്ത് റെക്കോർഡ് ആൻഡ് ഇൻഫർമേഷൻ ബീങ് പ്രൊവൈഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. നമ്മൾ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽസ് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാം. ടു കീപ് പ്രൈവസി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ്. നമ്മൾ ട്രീറ്റ്മെന്റിന്റെ കാലയളവിൽ മൊത്തം നമ്മൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം. ഓരോ ഹ്യൂമൻ ബീങ്ങിനെയും പരിഗണിക്കുക. അവര് ഇപ്പൊ പാവപ്പെട്ട കണക്കായ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാതെ അവരുടെ ഡിഗ്നിറ്റി എന്ത് ചെയ്യാം? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. നോ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ദ ബിഹേവിയർ ഓൺ ദ ബേസ് ഓഫ് ഡിസീസ് ലൈക്ക് HIV. HIV ഒക്കെ ബാധിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും നമ്മൾ അവരോട് എന്ത് കാണിക്കരുത്? ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കരുത്. അവരോട് പറയരുത് ഈ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അനുവദിക്കില്ല എന്ന്. അങ്ങനെയൊന്നും പറഞ്ഞ് ഡിസ്ക്രിമിനേഷനോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. ടു ട്രൈ ടു ഫൈൻഡ് റെഡ്രസൽ ഇൻ കേസ് ഓഫ് ഗ്രീവനസ്. ഇനി അവർക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉത്തരവാദിത്തമുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ ആർക്ക് അധികാരമുണ്ട്? ആര് റെസ്പോൺസിബിൾ ആണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ പേഷ്യൻസിന്റെയും പേഷ്യൻസിന്റെ റെപ്രസെന്റേറ്റീവ്സിന്റെയും റിലേറ്റീവ്സിന്റെയും എന്താണ്? റൈറ്റ്സ് ആണ്. എന്തായിട്ട് റിലേറ്റ് ചെയ്യണത്? ഡയാലിസിസ് സെന്റർ ആയിട്ട് റിലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡയാലിസിസ് സർവീസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ റൈറ്റ്സ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ ഒന്ന് നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, 3 4 അല്ലെ പറയാം കേട്ടോ. ഒന്നാമത്തെ പറഞ്ഞിട്ട് പേഷ്യൻസിന് അവരുടെ അസുഖത്തിനെ കുറിച്ചിട്ടുള്ള നേച്ചറും അതിന്റെ കോസും കാരണങ്ങളും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ നമ്മുടെ എക്സ്പെക്ടഡ് റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഒരു ധാരണ അത് പറഞ്ഞു കൊടുക്കണം. പേഷ്യൻസിന് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട് ആദ്യത്തത്. രണ്ടാമത്തത് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കോസ്റ്റ് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മള്
ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു AV ഗ്രാഫ്റ്റിന് AV ഫിസ്റ്റുലൊക്കെ സർജറി ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന്. അപ്പൊ അതിന് സർജറിക്ക് മുമ്പായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പ്രയർ ആയിട്ട് എന്ത് ചെയ്യണം, കൺസെന്റ് എഴുതി വാങ്ങിക്കണം, കൺസെന്റ് എടുക്കണം. ഇത് പറഞ്ഞത് ഇനി നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ പേഷ്യന്റിന്റെ എല്ലാ റെക്കോർഡ്സും ഇൻഫർമേഷൻസും നമുക്ക് പേഷ്യന്റ് ട്രീറ്റിംഗ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല പേഷ്യൻസിനോട്. അവിടുത്തെ പേഷ്യന്റ് ഇനിയിപ്പോ HIV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസോ അവരെന്തെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാൻ പാടില്ല. ടു ട്രൈ ടു ഫൈൻഡ് റെഡ്രസർ. ഇനി എന്തെങ്കിലും നമുക്ക് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കംപ്ലൈന്റ്സ് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാൻ നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കാം. ഗ്രീവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാതികൾ. ഗ്രീവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പരിഹാരങ്ങള്. റെഡ്രസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരങ്ങള്, ഗ്രീവൻസ് പരാതികള്. പ്രൈവസി എന്നാ പറഞ്ഞത്. അഞ്ചാമത്തെ പോയിന്റ്, ടു കീപ് ദ പ്രൈവസി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു പ്രത്യേക എന്തുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു അന്തസ് ഉണ്ട്. അത് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കാലയളവിൽ മൊത്തം എന്ത് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ആ പേഷ്യന്റും ഒരു ഹ്യൂമൻ ബീങ് ആണ്. ആ ഹ്യൂമൻ ബീങ്ങിനും ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. ഓരോ വ്യക്തിയുടെയും അങ്ങനെ നമ്മൾ ആ ഒരു അന്തസ് മുൻകൊണ്ട് കണ്ടു തന്നെ കൊടുക്കാം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. അല്ലാതെ പണക്കാർ വരുമ്പോ ഇന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം, പാവപ്പെട്ടവരാണെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം, അങ്ങനെ വേർതിരിവൊന്നും കാണിക്കരുത്. വായിച്ചു നോക്കി എല്ലാവരും. വായിച്ചു നോക്കിയെങ്കിൽ പറയും, വായിച്ചില്ലെങ്കിൽ. സെവൻത്ത് പോയിന്റ് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്റർ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സീക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സീക്കാനായിട്ടുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, പേഷ്യൻസിനുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. അത്രയുള്ളൂ കേട്ടോ. എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ കേട്ടോ. നെക്സ്റ്റ് ആണ് പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി. താഴെ പറയുന്നതാണ് പേഷ്യൻസിന്റെ ഉത്തരവാദിത്യം. ഇത്രയും റൈറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, പേഷ്യൻസ് ഇത്രയും റൈറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ ഉത്തരവാദിത്വം എന്ന് നോക്കണം. പേഷ്യൻസിനും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രൊവൈഡ് ഇൻഫർമേഷൻ, അവരുടെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അസോസിയേറ്റഡ് വിത്ത് ഇൻ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഡോക്ടേഴ്സിനോടും അതേപോലെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. പിന്നെ പറയുന്നത് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്, ഡോക്ടേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് or benefits of topic steps to be followed for effectiveness of your analysis treatment. ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യണം. കൂടാതെ പേ ഹോസ്പിറ്റൽ എഗ്രീഡ് ഫീസ് ഓൺ ടൈം, കറക്റ്റ് ടൈമിൽ ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുള്ള ഫീ എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്യണം. റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ദ ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്സ്, നമ്മുടെ ഹോസ്പിറ്റലില് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫുകളുടെയും എന്താ നൊബിലിറ്റി റെസ്പെക്ട് ചെയ്യാൻ നോക്കണം. അവർ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരോട് നമ്മൾ കുറച്ചും കൂടി എന്തായിട്ട് നമ്മളുടെ മിക്ക കാര്യങ്ങൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് കുറച്ച് കഠിനമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കാം, നോബിൾ ആവാൻ ശ്രദ്ധിക്കാം. ഓക്കെ, പറയണത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ. ഇത് പറയുന്നതാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ്.
ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്ററോ ഹോസ്പിറ്റലോ ആണെങ്കിൽ അവിടെ നടക്കുന്ന ഈ ഡയാലിസിസിന്റെ എല്ലാ പ്രവർത്തനവും കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിനെയാണ് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് നോക്കാം. അതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യൻസ് വരുമ്പോൾ ആ പേഷ്യൻസിന് ഹൈ ലെവൽ കെയർ പ്രൊവൈഡ് ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കാം. അവരുടെ സേഫ്റ്റി, അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീങ് അനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കാം, കെയർ കൊടുക്കാം. ഇനി നമ്മൾ അവരെ എന്ത് ചെയ്യാം, എക്സാമിൻ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നോക്കാം. അതിപ്പോ ഡോക്ടറിന്റെയോ ക്ലിനിക്കൽ സ്റ്റാഫിന്റെയോ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെയോ പ്രശ്നമല്ല. എന്ത് പ്രശ്നമാവട്ടെ, മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണോ അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നമായാലും ആ പ്രശ്നങ്ങൾ എക്സാമിൻ ചെയ്യാനും സോൾവ് ചെയ്യാനും മുൻകൈ എടുക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനോ ശേഖരിക്കാനോ അസസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യാനോ ഉത്തരവാദിത്തം ആർക്കാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. പേഷ്യന്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേഷ്യൻസിന് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അവര് റിക്വസ്റ്റ് ചെയ്തു പേഷ്യന്റ് ഇൻഫർമേഷൻ വേണമെന്ന്. അപ്പൊ ആ റിക്വസ്റ്റിനനുസരിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആര് ഉത്തരവാദിത്വം ഉണ്ട്? ആര് റെസ്പോൺസിബിൾ ആണ്? ഡയാലിസിസ് കോർഡിനേറ്റർ റെസ്പോൺസിബിൾ ആണ്. കൂടാതെ നമ്മുടെ ഡിസ്ചാർജ് പ്ലാനിനെ കുറിച്ച് പേഷ്യന്റിനോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ അതിന് ശേഷം കമ്മ്യൂണിറ്റി സർവീസുകൾ എന്തെല്ലാമാണ് അവൈലബിൾ എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഡയാലിസിസ് കോർഡിനേറ്റർ മുൻകൈ എടുക്കണം. ഇനി ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെയാണ്. കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലില് കാർഡിയാക് അറസ്റ്റ്, ഡയാലിസിസ് ഇരിക്കുന്ന പേഷ്യന്റ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഹെവി റിസ്ക് ആണ്. ഇപ്പൊ ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഹെൽപ്പ് വേണം. അപ്പൊ അങ്ങനെ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് എന്ത് വേണം? നല്ലൊരു കോർഡിനേഷനോട് കൂടി, നല്ലൊരു കോപ്പറേഷനോട് കൂടി പ്രവർത്തിച്ചു പോകണം. അല്ലെങ്കിൽ ഡയാലിസിസ് കോർഡിനേറ്റർക്ക് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും എന്ത് വേണം? നല്ല കോർഡിനേഷൻ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, പേഷ്യൻസ് ഡയാലിസിസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്? ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിക്കാം. അതേപോലെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മോണിറ്റർ ചെയ്യുക, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാം, അപ്ഡേറ്റഡ് ആവാൻ ശ്രദ്ധിക്കാം. ഇത് കൂടാതെ പേഷ്യൻസിന്റെ ഫയൽസ്, റെക്കോർഡ്സ്, ഡോക്യുമെന്റ്സ് ഒക്കെ അതാത് ഡിപ്പാർട്ട്മെന്റ്സിൽ ഫയലിൽ സൂക്ഷിക്കാം. അതേപോലെ ഡെയിലി റൂട്ടീൻ റൗണ്ട്സുകൾ, ഡെയിലി റൗണ്ട്സ് പേഷ്യൻസിനെ ഡെയിലി വിസിറ്റ് ചെയ്യണം. പിന്നെ മീറ്റിംഗ്സ്, അവരുടെ നെക്സ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ്, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് വേണം നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡയാലിസിസ് ഫിക്സ് ചെയ്യാൻ. ആ മീറ്റിംഗ് എപ്പോഴാണെന്ന് കൺഫേം ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ഇൻവോൾവ്മെന്റ് കൊടുക്കാം. നമ്മുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് കൊടുക്കാം. കൂടാതെ ചില ഹോസ്പിറ്റൽസിന് ഡയാലിസിസ് ചെയ്യുന്ന ദിവസത്തിന് 1-2 ദിവസം മുമ്പ് റിമൈൻഡർ വരും. കോൾ റിമൈൻഡർ അല്ലെങ്കിൽ ഇപ്പൊ മെസ്സേജിന്റെ രൂപത്തിൽ റിമൈൻഡർ വരും. നിങ്ങളുടെ നെക്സ്റ്റ് ഡയാലിസിസ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന ടൈമില് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് വരും? റിമൈൻഡേഴ്സ് ഇടുന്നതും ആദ്യ ഉത്തരവാദിത്തമാണ് ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തം എന്ന് നോക്കാം. Make sure that clinical team provide highest level of care to the patient by take care of their safety, comfort and well-being. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് പേഷ്യൻസിന് ക്ലിനിക്കൽ ടീമും പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് കാര്യമാണ്? ഹൈയസ്റ്റ് ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യാം. ആർക്ക്? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം. അതെങ്ങനെയാണ് പറ്റണത്? കെയർ ഓഫ് ദെയർ സേഫ്റ്റി, ആ പേഷ്യൻസിന്റെ സേഫ്റ്റി നല്ല രീതിയിൽ കെയർ ചെയ്യാം. അവർ കംഫർട്ടബിൾ ആക്കാനായിട്ട് നോക്കാം. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ മിക്കവർക്കും ടെൻഷൻ ആയിരിക്കും. ഡയാലിസിസ് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അവർ ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. Examine and solve the problems that fall outside
of the domain of the nurse, clinicals, concerned patient care, management, and associated with the other department and care providers. In patients, മറ്റു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് നമുക്ക് നേഴ്സിനോ ക്ലിനിക്കൽ സ്റ്റാഫ്സിനോ അല്ലെങ്കിൽ കൺസേൺ പേഷ്യന്റ് കെയറിനോ സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാനേജ്മെന്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതായിരിക്കും, മറ്റു കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും അത് എക്സാമിൻ ചെയ്യാനും സോൾവ് ചെയ്യാനും മുൻകൈ എടുക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. Gather, assess, screen, and respond to a wide range of requests for information from the patient and the staff who present at different levels of the organization. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും എന്താണ് അവരുടെ പ്രതികരണങ്ങൾ, റെസ്പോൺസുകൾ ഗ്യാദർ ചെയ്യാം, ശേഖരിച്ചു വെക്കാം. പല റിക്വസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ആ റിക്വസ്റ്റുകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന റിക്വസ്റ്റുകളാണെങ്കിൽ നമ്മൾ അതിന്റെ പരിഹാരം കണ്ടെത്താം. ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് ആക്ട് കമ്മ്യൂണിറ്റി സർവീസ്. നമ്മൾ എന്തിന് ഹെൽപ്പ് ചെയ്യാം? നമുക്ക് ഡിസ്ചാർജ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഡയാലിസിസ് കോർഡിനേറ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ്. ചില പേഷ്യൻസ് ക്യാഷ് കൊടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവും, ചിലവർ ഇൻഷുറൻസ് വഴി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഇൻഷുറൻസിനായിരിക്കും കമ്പനി ആയിരിക്കും അവർക്ക് എന്ത് ചെയ്യാനത് ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് വഹിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Required to get outpatient dialysis service through communication with the facility verification process. ഇൻഷുറൻസിന്റെ ഒക്കെ പോളിസി വെരിഫിക്കേഷനും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്തം ആർക്ക് ചെയ്യണം? ഡയാലിസിസ് കോർഡിനേറ്ററിനാണ്. ലിങ്ക് ബി ഇൻ എ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. എല്ലാ ഹെൽത്ത് കെയർ ടീമായിട്ടും ഒരു ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആര് ശ്രമിക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ ശ്രമിക്കണം. കാരണം ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യൻസ് ഉണ്ടാവും നമ്മുടെ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് മാത്രമല്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആ പേഷ്യന്റ് പെട്ടെന്ന് ക്രിട്ടിക്കലായി, ഞാനിപ്പോ പറയാം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പേഷ്യന്റ് പെട്ടെന്ന് തലകറക്കം സംഭവിച്ചു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ആരുടെ ഹെൽപ്പും കൂടി വേണം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പും കൂടി വേണം. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമിന്റെ ഫെസിലിറ്റീസ് എവിടെ വേണം? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇവരിൽ നല്ലൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. വർക്ക് മാക്സിമൈസ് എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സസ് യൂട്ടിലൈസേഷൻ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മാക്സിമം എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ട് ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റീസ്. ഡയാലിസിസ് ഫെസിലിറ്റിയിലേക്കും അതേപോലെ അവിടെ നിന്നും പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ട് അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. മോണിറ്റേഴ്സ് ആൻഡ് റെക്കോർഡ് ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻസ്. ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മോണിറ്റർ ചെയ്യുക, അവരുടെ മാറ്റങ്ങൾ റെക്കോർഡ് ചെയ്യുക. അവർ ഇന്ന ദിവസം ഇതിന്റെ ഡയാലിസിസ് ഇത്രയും മണിക്കൂറാണ് ഡയാലിസിസ് എടുത്തത്, ഇതിന്റെ സൈഡ് എഫക്ട് ഒക്കെയാണ് ആ പേഷ്യൻസിന് കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? എഴുതാം, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാം. പ്രിപ്പയർ ഫയൽസ്, retrieves and keep the record and document from the Department of File System. റെക്കോർഡുകൾ ഫയലുകളൊക്കെ പ്രിപ്പയർ ചെയ്യാം, നല്ല രീതിയിൽ റെക്കോർഡ് കീപ്പ് ചെയ്യാം. എവിടെയാണ്? ഫയലിംഗ് സിസ്റ്റം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫയലിംഗ് സിസ്റ്റത്തിൽ നല്ല രീതിയിൽ ഫോർമാറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. അറ്റൻഡ്സ് റിട്രീവ് ചെയ്യാം. അവിടെ നിന്ന് ഇപ്പം നമ്മളൊരു ഫയൽ എടുത്തെന്ന് വിചാരിക്കും, നമ്മൾ പേഷ്യന്റ് ഫയല് എടുത്തിട്ടുണ്ടായിരുന്നു, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫയൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പുനഃസ്ഥാപിക്കാനായിട്ട് റിട്രീവ് ചെയ്യാനായിട്ട് തിരിച്ച് അവിടെ തന്നെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കെയാണ്? ഡയാലിസിസ് കോർഡിനേറ്ററിനാണ്. അറ്റൻഡ് ഡെയിലി റൗണ്ട്സ് മീറ്റിംഗ് ടു ഡിസ്കസ് ഷെഡ്യൂൾസ് പേഷ്യന്റ് റിക്വയർമെന്റ്സ്. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി എന്ത് ചെയ്യാം? റൗണ്ട്സ് പേഷ്യൻസിന്റെ അടുത്ത് ഡെയിലി റൗണ്ട്സിന് പോകാം. കൂടാതെ പേഷ്യൻസ് ആയിട്ട് മീറ്റിംഗ് ഷെഡ്യൂളുകൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഡയാലിസിസ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം. കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്സ് റിമൈൻഡേഴ്സ്. അതേപോലെ റിമൈൻഡേഴ്സ് കൊടുക്കാം. ചില പേഷ്യൻസിന് ചില പേഷ്യൻസ് കാര്യങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ അവർക്ക് ഇന്ന ദിവസമാണ് ഡയാലിസിസ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഡയാലിസിസ് ഇന്ന ദിവസമാണ് എന്നുള്ള റിമൈൻഡേഴ്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡയാലിസിസ് കോർഡിനേറ്റർ എന്ത് ചെയ്യണം, ട്രൈ ചെയ്യണം. ഇത്രയുമാണ് എന്ത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡയാലിസിസ് കോർഡിനേറ്റർ. ഒന്ന് വായിച്ചു നോക്കി. ലിങ്ക് എന്നുള്ളത് അല്ലെ, ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തന്നെ നമ്മൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു എന്താ കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. കാരണം നമ്മുടെ പേഷ്യൻസിന് എപ്പോഴാണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഹെൽപ്പ് വേണ്ട വരാമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. അത്രയും പറയാനുള്ളൂ അവിടെ. അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ഹോസ്പിറ്റൽസിന് റിസോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പല ഡിപ്പാർട്ട്മെന്റിലും പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. വായിച്ചായിരുന്നു എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും നമുക്ക് എക്സാം വരാറായിട്ടുണ്ട്. മൊഡ്യൂൾ 1ന്റെ ഈ മാസം മൊഡ്യൂൾ 1 and 2ന്റെ എക്സാം വരാറായിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റിനോട് കൂടി ഡേറ്റ് നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സ്റ്റഡീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ എന്താണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് കുറച്ച് ടഫാണ്. അപ്പൊ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചാല് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എക്സാമിന് പിള്ളേർക്ക് സാധാരണയായിട്ട് നല്ല മാർക്ക് ഉണ്ടാവും, അവർ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. തേർഡ് ഫോർത്ത് മൊഡ്യൂൾ ആവുമ്പോൾ പിള്ളേരുടെ എണ്ണം കുറയും. അപ്പൊ പിള്ളേര് അത്ര എഫേർട്ട് എടുത്തായിരിക്കും ആ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്. പക്ഷെ ആ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മെയിൻ എക്സാമിന് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് മൊഡ്യൂളുകളും പഠിക്കാൻ നോക്കുക. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും മോഡൽ എക്സാമിന് മുമ്പായിട്ട് തന്നെ കവർ ചെയ്യുക. എല്ലാ ടീച്ചർമാരും അവരുടെ പോർഷൻസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ മാത്രം ഞാനൊരു ദിവസം കയറണമായിരിക്കും. അന്ന് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത പോർഷനിൽ നിന്നുള്ള ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്യാം. പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ലീവ് ഉണ്ടാവും, 1 വീക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇരുന്ന് മോക്ക് ടെസ്റ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രസന്റ് എക്സാമിന് വരാൻ നോക്കുക. പഠിച്ചിട്ട് വേണം എല്ലാവരും വരാനായിട്ട് എക്സാമിന്. ഓക്കെ ഓക്കെ അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ ഞാൻ ബ്ലഡ് ബാങ്ക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു ഓൾ.